നമ്മൾ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇപ്പോൾ ഒരു ട്രൂത്ത് ഓ മീറ്റർ എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് കാണാൻ കഴിയുന്ന മുഴുവൻ വി.ഡി. സതീശിന്റെ നുണകളെ പൊളിച്ചടക്കാൻ വേണ്ടി മാത്രമായിട്ട് അരുൺകുമാർ ഒരു പ്രോഗ്രാം തുടങ്ങി എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് ഇദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. അദ്ദേഹം അതിൽ നുണകൾ പറയുന്നുണ്ടത്രേ. ആ നുണകൾ മുഴുവൻ തെളിവ് സഹിതം എങ്ങനെയെങ്കിലും പൊളിച്ചടക്കുക എന്ന് മാത്രമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അരുൺകുമാറിനെ സമ്മതിക്കണം. കാരണം ഈ ഒരു കണ്ടന്റിന് ഒരു ക്ഷാമവും വരില്ല എന്നുള്ളതാണ്. നിരന്തരം അദ്ദേഹം ചാനൽ വരുന്നു, നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അരുൺകുമാർ പറയുന്നത്. ഒരു വീഡിയോ കണ്ടോക്കിയേ. വഖഫ് ബോർഡ് രൂപീകരണത്തിലും മുഖ്യമന്ത്രി ഇതൊരു പരാമർശം നടത്തി. ആ പരാമർശം കാണും. 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസ്സാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിലെ. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി വഖഫ് ബോർഡ് രൂപീകരിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ആണോ? നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം വിജ്ഞാപനം പുറത്തിറക്കിയത് 2026 ഫെബ്രുവരി 4 ഈ വർഷം. ഇത് പ്രേക്ഷകർ കാണുന്നത് കേരളം പുറത്തിറക്കിയ വിജ്ഞാപനമാണ്. തീയതി 2026 ഫെബ്രുവരി 4. ഇനി നമുക്ക് മറ്റൊരു വിജ്ഞാപനം കൂടി നോക്കാം. തമിഴ്നാട് സർക്കാരിന്റെ 2025 നവംബർ 28 ഈ വിജ്ഞാപനം തമിഴ്നാട് സർക്കാർ പുറത്തിറക്കുന്നത്. രണ്ട് രേഖകളും പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞത് കളമാണെന്ന് മനസ്സിലാകും. രണ്ട് രേഖകളും ഒരുമിച്ച് കാണും. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായിട്ട് വി.ഡി. സതീശൻ നുണകൾ പറയുന്നു എന്നുള്ളതാണ് അരുൺകുമാർ അടക്കമുള്ള ആളുകളൊക്കെ ആരോപിക്കുന്നത്. ഒന്നുകൂടിയുണ്ട്, വഖഫ് എന്ന് പറയുന്ന ആ വഖഫ് ബോഡിയിലേക്ക് മുസ്ലിങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾ മാത്രം പോരാ, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടി വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഇവിടം ഭരിച്ച, നമ്മുടെ കേരളം ഭരിച്ച സഖാവ് പിണറായി വിജയൻ അങ്ങനെ 2 പേരെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യില്ല എന്ന് പറയുകയും അത് കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി.ഡി. സതീശൻ മേനോൻ വന്നിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഴപ്പമില്ല, 2 പേരെ വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്തുകൊള്ളൂ എന്ന് അങ്ങോട്ട് സമ്മതിച്ചു. ഇനി അതിന്റെ തെളിവും വേണോ? ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, കേട്ടോളൂ. എന്താണ് യഥാർത്ഥത്തിൽ, നമ്മൾ ആ വസ്തുത പറഞ്ഞു പോകണമല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ ചെയ്തത്? കഴിഞ്ഞ സർക്കാർ ഇവിടെ വഖഫ് ബോർഡ് രൂപീകരിക്കണം, നിയമമായി കഴിഞ്ഞു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വഖഫ് ബോർഡിനെ നിയമിക്കാൻ കഴിയൂ. അത് നിയമിച്ചു. ഇപ്പൊ KSMC അടക്കമുള്ളവരെ ആ നിലയ്ക്കാണ് വഖഫ് ബോർഡിലേക്ക് വരുന്നത്. ആ വഖഫ് ബോർഡ് പക്ഷേ ലീഗിനൊട്ടും തൃപ്തികരമായ ഒരു വഖഫ് ബോർഡല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ ആ വഖഫ് ബോർഡിന് ഇനിയും പ്രവർത്തിക്കാനുള്ള കാലപരിധിയുണ്ട്. 2028 വരെ അതിന് കാലപരിധിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ ഈ വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ 2 സ്ഥാനം ഒഴിച്ചിട്ടു. കാരണം 2 സ്ഥാനത്ത് പിന്നീട് ആളെ നിയമിച്ചു കൊള്ളാം എന്നാണ് കോടതിയിൽ പറയുന്നത്. നിയമിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ? അത് എന്താണ്? ഈ പഴുത് മറികടന്നുകൊണ്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. 2 സ്ഥാനത്താണ് പഴുത് എന്താന്ന് മനസ്സിലായോ? 2 അമുസ്ലിങ്ങളായിട്ടുള്ള ലീഗുകാരൊക്കെ കേട്ടോളി, 2 മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൂടി നിയമിക്കണമെന്നായിരുന്നു. പക്ഷെ അത് വിധിയാണ്, കേന്ദ്ര ഗവൺമെന്റ് വിധിയാണ്. പക്ഷേ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തേ? ആ 2 പേരെ നിശ്ചയിച്ചിട്ടില്ല. അത് ഞങ്ങൾ നിയമിച്ചു കൊള്ളാം, കാലതാമസം വരാതെ മെല്ലെ പതുക്കെ ഞങ്ങൾ നിയമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആ 2 സീറ്റിലേക്ക് ആളെ കയറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പഴുതാണ്. ആ പഴുത് അങ്ങനെ കെടുക്കട്ടെ. അതിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളെ, ക്രിസ്ത്യനെയോ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റണ്ട. അത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതാണ്, അവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അത് അങ്ങനെ തന്നെ മതി എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞിരുന്നേ. എന്നാൽ വി.ഡി. സതീശൻ പോയിട്ട് പറഞ്ഞത് ഞങ്ങൾ അതിൽ ആളെ നിയമിച്ചോളാന്നാണ്. സത്യത്തിൽ ആരാണ് മുസ്ലിങ്ങളെ ചതിച്ചത്? കേട്ടോളൂ, ഞാൻ പറഞ്ഞതല്ല, ഒരു പത്രമാധ്യമത്തിന് പറയുന്ന. ബാക്കിയുള്ളവരെ നിയമിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. അതിവിടെ കൊടുത്തു, ശരിയാണ്. എന്ന് വെച്ച് ഞങ്ങൾ 2 അമുസ്ലിങ്ങളെ നിയമിച്ചു കൊള്ളാം എന്ന് എവിടെയെങ്കിലും കൊടുത്തോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പറഞ്ഞു എന്നാണ്. തെറ്റാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 പേരെ നിയമിച്ചിട്ടില്ല. അല്ലാതെ ഇത് രൂപീകരിക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും നന്നായി അറിയാവുന്നത് ആർക്കാണ്? മുസ്ലിം ലീഗിന്. കാരണം എന്താണ്? കേരളം ആരെയാണ് മാതൃകയാക്കിയിരിക്കുന്നത്? തമിഴ്നാടിനെ. 2025 നവംബറിൽ തമിഴ്നാട് രൂപീകരിച്ചത്.
2026 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ രൂപീകരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? ആദ്യം വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഇവിടെയാണെന്ന്. അതും നുണ. ശേഷം എന്തൊരു നുണയാണ്. തമിഴ്നാട്ടിലാണ് അത് രൂപീകരിച്ചത്. രൂപീകരിച്ചപ്പോ ആരാണ് അതിന്റെ ചെയർമാൻ? അത് ലീഗിന്റെ നേതാവ് നവാസ് ഗനി. മനസ്സിലായില്ലേ? കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ രേഖാസഹിതം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? എപ്പോഴും ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ LDFനെയും ഒപ്പം തന്നെ പിണറായി വിജയനെയും എപ്പോഴും പ്രതിസ്ഥാനം നിർത്തിയിട്ട് ഇദ്ദേഹം എവിടേക്കാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നാണ് അരുൺകുമാർ അടക്കമുള്ള ആളുകൾ നിരന്തരം ചോദിക്കുന്നത്. ചോദ്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന ചോദ്യങ്ങളാണ്. കേൾക്കൂ ഇനിയും. നവാസ് ഗനി ലീഗിന്റെ നേതാവ് തമിഴ്നാട്ടിലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കെ ഇതേക്കുറിച്ചൊരു മിനിമം അന്വേഷണം, ഒരു ഫോൺ എടുത്തിട്ട് നവാസ് ഗനിയെ വിളിച്ച് ചോദിച്ചിട്ടെങ്കിലും ഈ കാര്യത്തിൽ ഒരു നിലപാട് ലീഗ് സ്വീകരിക്കേണ്ടതല്ലേ? അപ്പോ അത് മാതൃകയാക്കി തന്നെയാണ് കേരളം മുന്നോട്ട് പോയത്. കേരളത്തിൽ മാത്രമല്ല, ബംഗാളിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അവരെവിടെയാ പോകുന്നത്? കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേരാനാണ്. കേരളവും സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ പോയി. എന്നിട്ട് അവിടെ എന്താണ് കേരളം പറയുന്നത്? ഇത് ഈ സെക്ഷൻ 14 എടുത്ത് കളയണം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. അതാണ് നിലപാട്. അല്ലാതെ ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2 മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ. മനസ്സിലായില്ലേ? ഇതായിരുന്നു പിണറായി വിജയൻ നിലപാട്. അതായിരുന്നു നിലപാട്. ഇനിയെങ്കിലും മനസ്സിലാക്കണം. വെറുതെ ആ ഒരു പ്രായം ചെന്ന മനുഷ്യനെ നെഞ്ചത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും വളരെ വൃത്തിയായിട്ട് ചതിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണെന്നുള്ള യാഥാർത്ഥ്യം പത്രമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അരുൺകുമാർ നിരന്തരം ഇങ്ങനെ നുണകൾ പൊളിച്ചടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. കോണ്ടന്റ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. എപ്പോൾ സംസാരിക്കുമ്പോഴും ഒരു നുണയെങ്കിലും ഉണ്ടാകും. ബൈ.